ഇപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ മന്ത്രി ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തി, വളരെ പ്രതിഷേധം ഉണ്ടായിരുന്നു, പക്ഷെ കുടുംബാംഗങ്ങളും ഒക്കെ സംസാരിച്ചു. എന്താ പറയാനുള്ള ഈ നിമിഷത്തിൽ? പ്രതിഷേധത്തെ പൂർണ്ണമായിട്ട് ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളുടെ പബ്ലിക്കിൻ്റെ അത് അവരെ മാത്രമല്ല ഞാനിവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് ആ പ്രതിഷേധത്തോടൊപ്പം ഞാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ചിട്ട് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഈ കാട്ടിൽ നിന്നുള്ള അക്രമവും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആ പ്രയാസം മറ്റു കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളായിട്ട് അത് ഞങ്ങൾ വളരെ പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ ഈ പ്രതിഷേധം ഞാൻ 100% യോജിക്കുന്നുണ്ട്. അതിൽ യാതൊന്നുമില്ല. പിന്നെ കുടുംബത്തിന് മന്ത്രി പറഞ്ഞിട്ട് കാര്യങ്ങൾ അന്ന് നമ്മൾ പ്രതിഷേധത്തിൽ പട്ടികവർഗ മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പുകൾ കൃത്യമായിട്ട് പാലിച്ച് മകനെ താൽക്കാലിക ജോലി നൽകി പിന്നെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭയ്ക്ക് വെച്ചിട്ട് പിന്നെ സ്ഥിരപ്പെടുത്തി കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ട്. പിന്നെ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പിന്നെ മുഖ്യമന്ത്രി വനമന്ത്രി കൈമാറുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കടുവയെ അത് തന്നെയാണ്, കടുവയെ വെടിവെച്ച് കൊല്ലും എന്ന ഒരു ഉറപ്പ് തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു ദൃശ്യങ്ങളിലൊക്കെ ഈ രാധയുടെ വീടിന് സമീപം ധാരാളം ആളുകളായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. ഇപ്പോൾ അവർ ശാന്തരായി പിരിഞ്ഞു പോയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആളുകളുടെ കാര്യത്തിൽ? വീടിന്റെ പരിസരത്ത് ഇപ്പോൾ ആളുകളൊന്നും തന്നെ തമ്പടിച്ചു നിൽക്കുന്നില്ല. പക്ഷേ ഈ വീടിന്റെ തൊട്ട് മുൻപിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വീടിന്റെ തൊട്ട് മുൻപിൽ ആ റോഡിൽ ഇപ്പോഴും പ്രതിഷേധക്കാരെല്ലാം നാട്ടുകാരെല്ലാം തടിച്ചുകൂടിയിരിക്കുന്നു. പക്ഷേ നേരത്തെ കണ്ട അത്രത്തോളമില്ല. കാരണം മന്ത്രി ഇവിടം വിട്ട് ഗസ്റ്റ് ഹൗസിന്റെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടമൊന്നുമില്ല. ആ തരത്തിലുള്ള ആൾക്കൂട്ടമൊക്കെ കുറഞ്ഞെങ്കിലും പോലീസ് സുരക്ഷ അത് സമീപത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആളുകളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. എന്താണ് മന്ത്രിയുടെ വരവിൽ തൃപ്തരാണോ? സാർ, ഒരു തൃപ്തിയല്ല നമുക്ക്. അയാൾ വന്ന് പോകുന്നല്ലാണ്ട് എന്ത് തൃപ്തി നമുക്കുള്ള? അവരെന്തെങ്കിലും വന്നും പറഞ്ഞെന്താ കൊല്ലും പിടിക്കും എന്ന് പറഞ്ഞു. ഇന്ന് പറയുന്ന എന്താ പിടിക്കുക വെടിവെക്കാൻ വേണ്ടി കൊണ്ടുപോകാന്നല്ലാണ്ട് ഒരു ഉത്തരവില്ല. അവർ പറയുക വരിക പോവാന്നല്ലാണ്ട് നമുക്കൊരു ഇതില്ല, തീരുമാനമില്ല. എന്തായാലും അവരെ വാക്ക് പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അവരെ വാക്ക് പാലിക്കുന്ന നമുക്കൊരു ഉറപ്പുമില്ല. ജനം അത്രയും ഭീതിയിലാണ് എന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ കാര്യം പറയുമ്പോഴും അത് എത്രമാത്രം പാലിക്കപ്പെടും, എത്രമാത്രം ഉറപ്പ് അവർ അതുപോലെ തന്നെ പാലിക്കും, സർക്കാർ പാലിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയം അതാണ് അവർ ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ആശങ്കയാണ്, അവരുടെ ഭീതിയാണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ ജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യവും. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധ സാഹചര്യമെല്ലാം മാറി എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. ഒരുപക്ഷെ ഇനി മന്ത്രി ഇതുവഴി തന്നെ തിരിച്ചു പോവേണ്ടതുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുമോ എന്ന് നമ്മൾ കണ്ടറിയുകയും വേണം. അക്ഷയ, എന്തായാലും അന്തരീക്ഷം ശാന്തമാകുന്നു, അല്പം ശാന്തമാകുന്നു. ഒരു പ്രതിഷേധ കടലായി വയനാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു മാറിയത് നമ്മൾ കണ്ടു. അതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ തണലിൽ ഉണ്ടായിരുന്ന പ്രതിഷേധമായിരുന്നില്ല, ജനകീയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ജനകീയ പ്രതിഷേധമായതുകൊണ്ട് തന്നെ പോലീസ് അതിനെ നേരിട്ടതും എങ്ങനെയാണെന്നും നമ്മൾ കണ്ടു. എന്തായാലും ആ പ്രതിഷേധത്തിന്റെ ഇരമ്പൽ അത് അല്പം കുറഞ്ഞിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു അന്തരീക്ഷം. മന്ത്രി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിൽ ഇനി ജനപ്രതിനിധികളും മറ്റ് വേണ്ടപ്പെട്ട ഈ പ്രതിനിധികളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ഉണ്ടാകും. അപ്പോഴായിരിക്കും കൂടുതൽ തീരുമാനങ്ങളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ അറിയിക്കും. ഒരു പക്ഷേ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. വനമന്ത്രി AK ശശീന്ദ്രനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഫാഷൻ ഷോയിലെ പാട്ട് ഉൾപ്പെടെ ഒരു സ്ഥലത്ത് കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ തെരച്ചിൽ നടക്കുന്നു. കൊല്ലപ്പെട്ട ജീവനുമായി അതിന്റെ വേദനയിൽ, പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട വേദനയിൽ, ഒരു നാടും വീടും ഒക്കെ വേദനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു മന്ത്രിയുടെ ഫാഷൻ ഷോയിലെ പാട്ടുപാടലൊക്കെ. അത് വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു. പിന്നാലെയാണ് ഇടതുമുന്നണിയുടെ താല്പര്യപ്രകാരം ഇടതുമുന്നണി ഇടപെട്ടുകൊണ്ട് മന്ത്രിയും CK ശശീന്ദ്രനും ഒപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറിയും ഒക്കെ ഇന്ന് രാധയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ആ കാഴ്ച അതിനിടയിലാണ് നമ്മൾ ഇത്രയും വലിയ പ്രതിഷേധത്തിന്റെ ഒരു കാഴ്ച ഇന്ന് വയനാട്ടിൽ കണ്ടത്. ആ പ്രതിഷേധത്തിന് അല്പം അയവ് വന്നിരിക്കുന്നു, ആളുകൾ അല്പം ശാന്തരായിരിക്കുന്നു. പ്രതീക്ഷിക്കുകയാണ് കടുവയെ എന്തായാലും വെടിവെച്ച് കൊല്ലുമെന്ന് മന്ത്രി പറഞ്ഞതിൽ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ജനം അവരതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത്.